ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ. ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. ദൈവവിഗ്രഹങ്ങൾക്ക് അനുയോജ്യമായ ഉടയാടകൾക്കും ആഭരണങ്ങൾക്കും മഹാദേവ ക്രിയേഷൻസ്, ഓപ്പോസിറ്റ് വെണ്ണിക്കൽ ശിവക്ഷേത്രം, കോതുകുളം, വലപ്പാട്. വർഗീയത ആരോപിച്ച് മുസ്ലിം ലീഗിന് നേരെ കുതിര കയറാനുള്ള വെള്ളാപ്പള്ളി നടേശന്റെ ആസൂത്രിത ശ്രമം മതേതര കേരളം ഒറ്റക്കെട്ടായി തള്ളിക്കളയുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്. മുസ്ലിം ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവകാശത്തിൻ പോരാട്ട പാതയിൽ സംഘടിക്കാം, കരുത്തരാവാം എന്ന പ്രമേയത്തിൽ ഉണർവ് 2026 സംഘടനാ ക്യാമ്പയിന്റെ ഭാഗമായി കൂരിക്കുഴി ശാഖ കമ്മിറ്റി നടത്തിയ സമാഗമം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗും SNDP സംഘടനയും കഴിഞ്ഞ കാലങ്ങളിൽ ഊഷ്മളമായ ബന്ധം നിലനിർത്തിയാണ് കൈകോർത്ത് മുന്നോട്ടു പോയിട്ടുള്ളത്. സ്വസമുദായമായ ശ്രീനാരായണീയർ നിന്ന് ഒറ്റപ്പെട്ട് തുടങ്ങിയ വെള്ളാപ്പള്ളിയുടെ അതിജീവന രാഷ്ട്രീയമാണ് വർഗീയത നിറഞ്ഞ ഇത്തരത്തിലുള്ള പ്രസ്താവനകളെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. രാഷ്ട്രീയ ചലനങ്ങൾക്കും ശേഷം, ഭരണമാറ്റങ്ങൾക്ക് ശേഷം വ്യത്യസ്തമായ പല രീതിയിലുള്ള ഭരണ സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ട്, പ്രതിനിധികൾ ഭരിച്ചിട്ടുണ്ട്, അങ്ങനെ മാറി മാറി വന്ന നാടുവാഴികൾ ഭരിച്ചിട്ടുണ്ട്, നാട്ടുരാജാക്കന്മാരുണ്ടായിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഭരണകൂടങ്ങളെ സ്ഥാപിക്കുകയും ആ ഭരണകൂടങ്ങൾക്ക് ശേഷം ഈ രാജ്യത്തെ ഒരു കൊളോണിയൽ സംവിധാനത്തിലേക്ക് വരികയും ആ കൊളോണിയൽ സംവിധാനം ഈ നാടിനെ ചൂഷണം ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ അതിനെതിരായി ജനത രാഷ്ട്രീയത്തിനപ്പുറത്ത്, മതത്തിനപ്പുറത്ത്, ജാതികൾക്കപ്പുറത്ത് എല്ലാവരും ഒരുമിച്ച് ഈ കൊളോണിയൽ സംവിധാനത്തിനെതിരായി നടത്തിയ പോരാട്ടത്തിന്റെ പരിണിതഫലമാണ് നാം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യവും ഈ രാഷ്ട്രീയവും ഈ ഭരണഘടനയും. ആ ഭരണഘടന നാം നേടിയെടുത്തതാണ്. ഈ സ്വാതന്ത്ര്യം നാം നമ്മുടെ മുൻഗാമികൾ നേടിയെടുത്തതാണ്. അങ്ങനെ നാം നേടിയെടുത്ത നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ ഭരണഘടനയുടെ, നമ്മുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്ത് ആരാണ്? ആ കാലഘട്ടത്തിൽ ഈ സ്വാതന്ത്ര്യം സമരം നടക്കുമ്പോൾ അതിനെതിരായി നിന്ന ബ്രിട്ടീഷുകാരന് എല്ലാ രീതിയിലും ഒത്താശ ചെയ്തു കൊടുത്ത ആളുകളാണ് നമ്മളോട് പറയുന്നത്, നിങ്ങൾക്ക് ഈ നാട്ടിലെ പൗരന്മാരാണോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ ആ അവസ്ഥ നമ്മൾ അഭിമുഖീകരിക്കുക. ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ നാം അഭിമുഖീകരിക്കുമ്പോൾ സ്വാഭാവികമായി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയം, അതിന്റെ പ്രസക്തി, അത് ഈ കാലഘട്ടത്തിൽ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടേണ്ടതിന്റെ ആവശ്യകത അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അതാണ് ഇന്ത്യയിലെ പുതിയ കാലത്തെ രാഷ്ട്രീയത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രസക്തി എന്ന് പറയുന്നതാണ്. പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് ഈ രാജ്യത്ത് നിലനിൽക്കാൻ പൗരാവകാശം, ഭരണഘടന മൂല്യങ്ങളോട്, ഭരണഘടന ആശയങ്ങളുമായി അവർക്ക് നിലനിൽക്കാൻ കഴിയണം. ശാഖാ പ്രസിഡന്റ് AM അബ്ദുള്ളക്കുട്ടി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KK അഫ്സൽ വിഷയാവതരണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് SA സിദ്ദിഖ്, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PT മുജീബ് റഹ്മാൻ, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കരിയ, നിയോജക മണ്ഡലം ട്രഷറർ TK ഉബൈദു, പഞ്ചായത്ത് ഭാരവാഹികളായ TK അലി, MA സക്കീർ, വാർഡ് മെമ്പർമാരായ നസീമ പുതിയ വീട്ടിൽ, നഹിദ സലീം, ഹുജൈറ KM CPA ഹുസൈൻ, നേതാക്കളായ KA പുരുഷോത്തമൻ, TM മൻസൂർ, MV അബ്ദുൽ സലാം, റസിയ നാസർ, PK ഉമ്മർ, MK റഷീദ്, TM അബ്ദുൽ ഗഫൂർ, PM നൌഷാദ്, TK സിദ്ദിഖ്, KM അബ്ദുൽ കരീം മൗലവി, ശാഖാ ജനറൽ സെക്രട്ടറി MB ഷാഫുൽ ഹമീദ്, ട്രഷറർ CK റഷീദ് എന്നിവർ സംസാരിച്ചു. മുസ്ലിം ലീഗിന്റെ പഴയകാല സജീവ പ്രവർത്തകരെ സമാഗമം ആദരിച്ചു. തുടർന്ന് പഴയ തലമുറയും പുതിയ തലമുറയും കൂരിക്കുഴിയിലെ മുസ്ലിം ലീഗിന്റെ നാൾവഴികൾ മുഖാമുഖം നടത്തി.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക.